ഹായ് എവ്രി വൺ, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് ഏതൊരു സെന്റൻസിനും നമുക്ക് ആവശ്യമാണ്. ഇനി കാണുന്ന കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ആദ്യം കുറച്ച് മലയാളം സെന്റൻസുകൾ പറയാം. എൻ്റെ അമ്മ ടീച്ചറാണ്, അച്ഛൻ ഓഫീസിലാണ്, ചേച്ചി കോളേജിലാണ്. ഈ സെന്റൻസിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ സെന്റൻസുകളും തന്നെ ആണ് എന്നാണ് അവസാനിക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, ഇതിൽ പ്രവൃത്തിയൊന്നുമില്ല, എല്ലാം അവസ്ഥകളാണ്. അവിടെയാണ്, ഇവിടെയാണ് എന്ന് പറയുന്ന അവസ്ഥകളാണ്. ഇതുപോലുള്ള സെന്റൻസുകൾ വരുമ്പോഴാണ് നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കുന്നത്. ഇനി ആം എവിടെയാണ് ഉപയോഗിക്കുക? നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷനേ വേണ്ട. ഐൻ്റെ കൂടെ മാത്രമേ നമുക്ക് ആം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ, യു എന്നുള്ളതല്ലാതെ മൂന്നാമതൊരു ഏതൊരാളെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ അവിടെ ഈസ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ. അവൾ എൻ്റെ സുഹൃത്താണ്, ഷീ ഈസ് മൈ ഫ്രണ്ട്. അവർ അയൽക്കാരാണ്, ദേ ആർ നെയ്ബേഴ്സ്. ഇങ്ങനെ അവസ്ഥകൾ വരുന്ന സെന്റൻസുകൾ ആണ് എന്ന് അവസാനിക്കുമ്പോൾ നമ്മൾ ഈസ്, ആം, ആർ എന്നുള്ളത് ഉപയോഗിക്കും. നിങ്ങൾ ഇതുപോലുള്ള സെന്റൻസുകളുടെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുറച്ചും കൂടെ എളുപ്പമാവും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നമുക്ക് ചില എക്സാമ്പിൾസ് കൂടി നോക്കിയാലോ. അവൾ സുന്ദരിയാണ്, അവൾ എന്നുള്ളത് ഷീ ആണ്. മൂന്നാമതൊരാളായ കാരണം നമ്മൾ ഈസ് തന്നെ ചേർക്കണം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവർ ഫ്രണ്ട്സ് ആണ്, അവർ എന്നുള്ളത് ദേ ആണ്. ഒന്നിൽ കൂടുതൽ വ്യക്തികളായതുകൊണ്ട് നമ്മൾ ആർ ആഡ് ചെയ്യണം. ദേ ആർ ഫ്രണ്ട്സ്. അത് നല്ലൊരു സിനിമയാണ്. അത് എന്ന് തുടങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് ദാറ്റ് എന്ന് വെക്കാം. ദാറ്റിന്റെ കൂടെ നമ്മൾ ഈസ് ആണ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഗുഡ് മൂവി. ഞാൻ തിരക്കിലാണ്, ആം ബിസി. അവൻ ദേഷ്യത്തിലാണ്, ഹീ ഈസ് ആംഗ്രി. ഞങ്ങൾ ഹാപ്പിയാണ്, വി ആർ ഹാപ്പി. അവർ ബന്ധുക്കളാണ്, ദേ ആർ റിലേറ്റീവ്സ്. ഇതെന്റെ ഫോണാണ്, ദിസ് ഈസ് മൈ ഫോൺ. ഇതെന്റെ തീരുമാനമാണ്, ദിസ് ഈസ് മൈ ഡിസിഷൻ. നാളെ അവധിയാണ്, ടുമോറോ ഈസ് എ ഹോളിഡേ. ഇന്ന് ഞായറാഴ്ചയാണ്, ടുഡേ ഈസ് സൺഡേ. ഇതെന്റെ പുതിയ വാച്ചാണ്, ദിസ് ഈസ് മൈ ന്യൂ വാച്ച്. അദ്ദേഹം നല്ലൊരു നടനാണ്, ഹീ ഈസ് എ ഗുഡ് ആക്ടർ. അതൊരു വില കൂടിയ ഡ്രസ്സാണ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ഡ്രസ്.